ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സീലിംഗ്, അതായത് വീടിൻ്റെ സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അതുപോലെ തന്നെ വാർക്കയുടെ അകത്ത് സീലിങ്ങിൻ്റെ വേണ്ടിയിട്ടുള്ള ലൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ബോക്സുകൾ കൊടുത്ത് അതിൻ്റെ അകത്ത് സീലിംഗ് കൊടുക്കുന്നത് ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഇന്നത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ, അതായത് വീടിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഇൻറ്റീരിയർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ സീലിംഗ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, അത്യാവശ്യം കാം കളറുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു വീടിൻ്റെ ലുക്ക് ഫീൽ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, സീലിംഗ് ഒട്ടും തന്നെ ഇല്ല. സീലിംഗ് എല്ലാം മാറ്റിയതിന് ശേഷം അതിൽ വരുന്ന ലൈറ്റ്സുകളാണ്. അതിന് ബോക്സ്, റെഡിമെയ്ഡ് ബോക്സുകൾ വാർക്കയുടെ സമയത്ത് ഇടാൻ കിട്ടും. അത് വാർക്കയുടെ സമയത്ത് ഇട്ടതിന് ശേഷം അതിലൂടെ വയറ് കാര്യങ്ങളെല്ലാം കൊടുത്ത് പിന്നെ നമ്മൾ കൊടുക്കുന്നത് വാം വൈറ്റ്സ് അല്ലെങ്കിൽ ന്യൂട്രൽ വൈറ്റ്സ് ആണ് നമ്മൾ ഈ ലൈറ്റുകളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ സീലിങ്ങിൻ്റെ ആ എമൗണ്ട്, അതായത് സീലിംഗ് ചെയ്യുന്ന എമൗണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ലാവിഷായിട്ട് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, ഓവറായിട്ട് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് മാക്സിമം ഒഴിവാക്കി. കാരണം വേറെ ഒന്നും ഉണ്ടാകും, സീലിംഗ് കൂടി വന്നൊരു 10 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം വെച്ചാൽ എന്തെങ്കിലും നനവോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ സിമ്പിളായിട്ട് അത് നശിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വാർക്കയുടെ അകത്താണ് ഇതിൻ്റെ ബോക്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തന്നെ സീലിംഗ് ചെയ്യാത്തത് കൊണ്ടും നമുക്ക് ലൈഫ് ലോങ്, വീട് എത്ര കാലമുണ്ടോ അത്രയും കാലം വരെ നമുക്ക് സീലിങ്ങിൽ ഈ ലൈറ്റ്സ് കംപ്ലൈൻ്റ് ആയാൽ മാത്രമേ ഉള്ളൂ, ലൈറ്റുകൾ പാനൽ ലൈറ്റ്സ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ നല്ല നീറ്റായിട്ട് ഭൂമി, അതായത് നമുക്ക് വീടിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്ക് കിട്ടുന്ന രീതിയിൽ, അതായത് സീലിംഗ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരടിയൂടി താഴ്ചയിൽ വരാറുണ്ട്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. എല്ലാം കൊടുത്തിരിക്കുന്ന വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് പണ്ടത്തെ ഒരു ചെറിയ ബൾബ്, അതായത് ബൾബിൻ്റെ പണ്ടത്തെ ഫിലമെൻറ്റ് ബൾബിൻ്റെ ആ ചെറിയൊരു മഞ്ഞ കളർന്ന ലൈറ്റ് ആയിരിക്കും. ആ ലൈറ്റാണ് ഇന്നത്തെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത്. വാം വൈറ്റ്സ് കണ്ടോ, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് വീടിൻ്റെ അകത്ത് എല്ലാം വരുന്നതും പുറത്തേക്കാണെങ്കിലും വാം വൈറ്റ്സ് ഒരു പ്രത്യേക ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മൾ ചെയ്തിരിക്കുന്ന വുഡൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മരത്തിൻ്റേതായ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ വാം വൈറ്റ്സ് ആണ് ഏറ്റവും നല്ലത്. എന്നിരുന്നാൽ തന്നെ നമ്മൾ റൂമുകളിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വൈറ്റ് ലൈറ്റുകൾ തന്നെ കൊടുക്കുന്നതാണ്, പാനൽ ലൈറ്റ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം വെച്ചാൽ വൈറ്റ് ലൈറ്റ്സുകൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വായിക്കുന്നതിനും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് ലൈറ്റുകളാണ് ബെറ്റർ. വാം വൈറ്റ്സ് അത്യാവശ്യം ലിവിങ് ഏരിയ, ഫ്രണ്ട് ഏരിയ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ഫ്രണ്ടിലെ ഫുൾ ലൈറ്റ്സുകളെല്ലാം തന്നെ വാം വൈറ്റ്സ് കൊടുത്താലും വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.